ഡെലിൻ ചേട്ടാ, നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ചേട്ടൻ തന്നെ ഗസ്റ്റായിട്ട് വരണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു വ്ളോഗിങ് ജേർണി തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്പാനിഷ് വില്ലയുടെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ജേർണിയിൽ പല സമയത്തും ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ പല സമയത്ത് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളൊരു 10-14 വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷനിൽ പലപ്പോഴായിട്ട് ചേട്ടൻ്റെ ജേർണി പല പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വളരെ സാധാരണ വ്യക്തിയിൽ നിന്ന് ഗ്രീൻ ടെക് പോലത്തെ ഒരു ബിൽഡറായി മാറുന്ന, അതൊരു ശരിക്കും പറഞ്ഞൊരു അസാധാരണമായ ജേർണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റത്തെ എപ്പിസോഡ് നമുക്കൊരു ഇൻസ്പയറിങ് സ്റ്റോറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ ആ ഒരു ജേർണി ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നിമി, ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ തന്നെ, ഇങ്ങനെയുള്ള എപ്പിസോഡിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും സംസാരിക്കാൻ. ഞാനന്ന് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ് എന്നേക്കാളൊക്കെ ഒത്തിരി കഴിവുള്ള ആൾക്കാരും ഒത്തിരി നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിമ്മിയോട് പറഞ്ഞെങ്കിലും നിമ്മി നിർബന്ധിച്ച് ഇതിനകത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്തായാലും ഒരു നല്ല തുടക്കം തന്നെ ഇതിനാകട്ടെ. പിന്നെ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്റ്റോറിയൊന്നുമില്ല എനിക്ക് പറയാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറയാമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോറി പറയുമ്പോൾ ചേട്ടനത് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നത്, കാരണം നമ്മൾ അനുഭവിച്ച് വന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞ് ഇത് പറഞ്ഞ് കേട്ട് എനിക്കത് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ അത് വേറൊരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനുണ്ടാവും. അത് നിമ്മി പറഞ്ഞ ഒരു വാസ്തവമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ കൊച്ചു ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു 10 രൂപ തുടങ്ങി 100 രൂപ തുടങ്ങി അത് 1 ലക്ഷം രൂപ നമ്മൾ ലോട്ടറിയിൽ കേൾക്കുന്ന പേരാണ്. 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപ എന്ന്, അല്ലെങ്കിൽ അതിലും വലിയൊരു എമൗണ്ട്. നമ്മളതൊക്കെ ഒരു ഗ്ലിറ്ററിങ് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് നമ്മൾ മാത്രം കണ്ടിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളതൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഫിഗർ തന്നെയായിരുന്നു ആ ഒരു സമയത്തൊക്കെ. കാരണം ഞാൻ വളരുന്നത് ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. എന്നെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പച്ചൻ, അമ്മച്ചി, എനിക്കൊരു സിസ്റ്റർ, അങ്ങനെ ഞങ്ങൾ 2 പേരാണുള്ളത്. പിന്നെ എൻ്റെ കുട്ടികൾ, വൈഫ്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു കൊച്ചു ഫാമിലി. സ്ഥലം വരുന്നത് നോർത്ത് പൊറൂരിനടുത്ത് പുത്തുവേലിക്കര എന്ന് പറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷം. നമ്മൾ വളരുന്നതെല്ലാം ആ ഒരു ചുറ്റുപാടാണ്. അന്നത്തെ ഒരു കാലഘട്ടവും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നതും. ഒരു ഗവൺമെൻറ് സ്കൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോരുന്ന വ്യക്തി. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി വീട് ആ രീതിയിൽ അങ്ങനെ പോകുന്നൊരു കാലഘട്ടം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് വരുമെന്നോ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് ആകുമെന്നോ നമ്മളൊട്ടും പ്രതീക്ഷിച്ച് വരുന്നവരല്ല, അങ്ങനെ ആയി പോകുന്നതാണ്. അതെ. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. പഠിക്കാൻ നമ്മളൊരാൾ അങ്ങനെ അല്ലെങ്കിൽ ഇത് എന്ന് പറയാൻ നമുക്കൊരാരും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ സ്കൂളിൽ പോയി തന്നെ എനിക്ക് അങ്ങനെ വലിയൊരു ഓർമ്മകൾ തരുന്ന ഒരു കാര്യവും എനിക്കതിനകത്തില്ല. കാരണം എപ്പോഴും നമ്മൾ ബാക്കിലോ എവിടെയെങ്കിലുമൊക്കെ പതി സേഫായിട്ട് നിന്ന് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങനെ പോയിരുന്ന സാഹചര്യമായിരുന്നു. പിന്നെ ഒരു സാഹചര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കത് നമ്മൾ സമൂഹത്തിൽ നിന്നും അകലാൻ, അല്ലെങ്കിൽ നമ്മളാരും അല്ലാത്ത നമ്മളൊന്നും ബാക്കിലോട്ട് പോകുമല്ലോ എന്ന സാഹചര്യം വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ നീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവൻ ചിന്തിക്കുന്നത് അത് വേണമല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അതിനകത്തോട്ട് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പഠിക്കാം അങ്ങനെ കാര്യങ്ങളിൽ വരുന്നു. പിന്നെ കൃഷിയും അതാണ് എൻ്റെ പാരലിൽ പോകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ അപ്പൻ്റെ കൂടെ തന്നെ അപ്പൻ്റെ കൈയും പിടിച്ച് പറമ്പിൽ കൃഷിയായിട്ട് ഇറങ്ങിയതാണ്. ഇന്നും അവിടെ പോകാനും ചെയ്യാനും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വളർന്നതും സ്കൂളിങ്ങും കോളേജൊക്കെ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നു സ്കൂളിങ്ങും എല്ലാം ആ ഒരു പുത്തൻവേലിക്കര ആ ഒരു ഏരിയയിൽ തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും വേറെ എങ്ങും പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഇന്നത്തെ മാതിരി അത്ര വലിയൊരു നെറ്റ്വർക്കോ അല്ലെങ്കിൽ അത്ര വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല ശരിക്കും പറഞ്ഞാല്. പക്ഷെ എന്നാലും ആ ഉള്ള സാഹചര്യം കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് വളരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മെയിൻ കാര്യം. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മളൊരു ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. ആ പഠിത്തമാണ് നമ്മളൊരു വഴിത്തിരിവായിട്ട് നമ്മൾ മാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ തന്നെ പഠിക്കണം. അത് അതെ, ആരും പഠിപ്പിച്ച് നമുക്ക് തരലുണ്ടാവില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരാളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുന്ന ഒരിക്കലും നിശ്ചയിക്കരുത്. നമ്മൾ ഇറങ്ങി അതിനകത്ത് എന്തോരം ഒരു കുഴിയാണെങ്കിലും അതിനകത്ത് എന്തോരം ആഴമുണ്ട് നമ്മൾ അറിഞ്ഞാലാണ് നമുക്കത് പറയാൻ പറ്റും. പലരും പുറത്തുനിന്ന് അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമ്മൾ ഒരിടത്തും എത്തിക്കില്ല. ശരിക്കും റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനടുത്തൊരു കാക്കിക്കുറിച്ച് നമ്മൾ എടുക്കാന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മളത് വളരാൻ ശ്രമിക്കും.
അപ്പൊ അങ്ങനെയാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. പിന്നെ ഒത്തിരി കുറച്ച് ഈശ്വരാനുഗ്രഹവും അതിന്റെ കൂട്ടത്തിൽ കൂടെ ഉണ്ടായാലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ നമ്മള് എത്തിച്ചേരാനുള്ളൊരു അവസരം ഉണ്ടായത് ശരിക്കും പറഞ്ഞാല്. ചേട്ടൻ്റെ സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം ഒരു 10ാം ക്ലാസ് ഒക്കെ ചേട്ടൻ അന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു നീ പോണ്ട, മിക്കവാറും 100% കഴിക്കളയും. അത് നമുക്ക് എന്താ കാര്യം അന്നൊന്നും നമ്മള് ബേസ് ഇല്ലാതെ തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാലും അതിൻ്റെ ബേസ് ഇല്ലാത്തതിൻ്റെ പോരായ്മകൾ നമുക്ക് തോന്നും. അപ്പം നമുക്കൊരു പാസ്സാകുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് പോലും സമൂഹത്തിലും കുടുംബത്തിലും നമുക്ക് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ വിജയിക്കൂല്ലേ എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളതിനെ എങ്ങനെയെങ്കിലും നമുക്ക് നേടിയെടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു വാശിയുടെ പുറത്ത് നമ്മളങ്ങനെ പഠിച്ച് അങ്ങനെ കയറി പോകുന്നു. അതിനുശേഷവും അതിനും വലിയ ദുരന്തമാണ് +2 വരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ടോട്ടലി നമ്മളറിയാത്ത ഇംഗ്ലീഷും കുറച്ച് ലാംഗ്വേജും പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ അവിടെയും എങ്ങനെയൊക്കെ കുറേയൊക്കെ മാനേജ് ചെയ്ത് അതും പാസ്സായി. നെക്സ്റ്റ് അടുത്ത് വരുമ്പോൾ നമ്മൾ ഡിഗ്രിയിലോട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഡിഗ്രിയിലോട്ട് പോകണമെന്നോ മറ്റു കാര്യങ്ങളിലോട്ട് പോകണമെന്നോ നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത ഷോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോവുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത് തന്നെയാണ് സിറ്റുവേഷൻ. നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയായിരിക്കും. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി എന്നുള്ള രീതിയിലേക്ക് മാറും. അതെ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡിഗ്രിക്ക് പോയി. അവിടെയും നമ്മൾ പറമ്പും കൃഷിയും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പരിധി വരെ മാനേജ് ചെയ്തു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് നീ PGക്ക് അവൻ പോകുന്നു, അപ്പൊ അവനൊരു കൂട്ടായിട്ട് ഞാനും കൂടെ പോകണം. നമ്മുടെ ഈ പഠിത്തത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അവര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അല്ല എപ്പോഴും. അപ്പൊ അങ്ങനെ പുള്ളിയാൽ ഞാൻ ഒരു കോഴ്സ് നിർബന്ധിതമായിട്ട് ഞാൻ അവിടെ പോവുകയും പിന്നെ അങ്ങനെ കോഴ്സ് പഠിച്ചു വന്ന്. ഇതെല്ലാം ഞാൻ ഈ റോഡാണ് ചെയ്തത്. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് ചെയ്യുന്ന ഒരു കോഴ്സാണ്. പിന്നെ ഞാൻ അവിടെ പഠിച്ചു വന്നെങ്കിൽ പോലും ഞാൻ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എൻ്റെ വീടും എൻ്റെ പഠിക്കുന്ന സ്കൂളും അല്ലാണ്ട് അപ്പുറത്തേക്ക് ഒരു ലോകം എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുമില്ല, സംസാരിക്കാറില്ല. എനിക്കെല്ലാം ഒരു പേടിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എല്ലാത്തിനോടും. അപ്പം എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. പഠിക്കാനുള്ള കാര്യം ഞാൻ അത്യാവശ്യം എന്നെ കൊണ്ടാവുന്നതിന് മാക്സിമം ഞാൻ എഫോർട്ട് എടുക്കും. അന്നും അധ്വാനിക്കാൻ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാൻ എനിക്ക് മടിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അത് ഇന്നാണെങ്കിലും എന്ത് മോശമാണെങ്കിലും ഞാൻ ചെയ്ത് തന്നെ ഞാൻ നോക്കുക. അതാണ് ഇനി എൻ്റെ ബേസിക് ക്യാരക്ടർ. ചിലവർക്ക് അതായിരിക്കുമല്ലോ. അതെന്താ കാര്യം ഞാൻ എന്നെ കുറിച്ച് നമ്മുടെ കൂട്ടുകാരന്മാരെ കൂടുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വർത്താനം പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ജോലിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവരെയൊക്കെ ഒരു പ്രതീക്ഷ. ഒരു ധാരണ അതായിരുന്നു മിക്കവാറും. പിന്നെ അതിൽ നിന്നും നമ്മളിങ്ങനെ കയറി വന്നത് ഞാൻ അവരോട് പറയും നിങ്ങൾക്കൊക്കെ ഒരുപാട് എന്നേക്കാളും കൂടുതൽ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ജോലി കയറി 6 മാസം കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴേക്കും അവരടുത്തടുത്ത് വലിയ പോസ്റ്റിലെത്തുമ്പോൾ അന്നും ഞാൻ തുടങ്ങുന്ന ചെറിയൊരു സാലറിയിൽ തുടങ്ങി, ചെറിയ ജോലിയുടെ ഭാഗമായിട്ട് തുടങ്ങി. അതിൽ നിന്ന് നമ്മിങ്ങനെ പതിയെ കയറി വരുമ്പോഴും നമ്മുടെ ലോകം അതാണ്. ഈ തവള കിണറിൽ കിടക്കുമ്പോൾ അതിന് മുകളിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ ആകാശം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അതിൽ നിന്നും ചാടാൻ ശ്രമിക്കുകയാണ് നമ്മൾ പഠിച്ച്. അങ്ങനെയാണ് നമ്മളത് ഇങ്ങനെയെങ്കിലും നമുക്കൊരു ഇതായത് വന്നത്. അത് ഒത്തിരി നമ്മുടെ കൂടെ നിന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തതും എൻ്റെ പാർട്ട്നേഴ്സായിട്ട് ഉള്ളവരും അതുപോലെ തന്നെ കുറച്ച് ദൈവകൃപയും കൊണ്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ ആകാൻ സാധിച്ചു വന്നത്. ചേട്ടൻ PG വരെയുള്ള കാര്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ചേട്ടൻ എങ്ങനെയാണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ആക്ച്വലി എങ്ങനെയാണ് വരുന്നത്? സത്യത്തിൽ ഞാൻ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോലിക്ക് എന്തെങ്കിലും പോകണമല്ലോ, വിദ്യാഭ്യാസം ഉണ്ട്. അപ്പൊ വീട്ടുകാർ നിർബന്ധിച്ചു തുടങ്ങി ജോലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അന്നും എനിക്ക് ജോലിക്ക് പോകാനുള്ള മാനസികാവസ്ഥ ഒന്നും എനിക്കില്ല ശരിക്കും പറഞ്ഞാൽ. ഇഷ്ടം എനിക്കിഷ്ടം അഗ്രികൾച്ചർ തന്നെയായിരുന്നു ഇഷ്ടം. കാരണം എനിക്കത് നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി ഒരാളും നമ്മുടെ അടുത്ത് അങ്ങനെ അത് ഇത് ചെയ്യുന്ന നമുക്കവിടെ പറയാനുള്ള, നമുക്ക് ഇറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം എന്ന് പറയുന്നത് പോലെ അല്ലാണ്ട് നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അറിയില്ല ഇനി മറ്റൊരാൾ നമ്മളിനി എന്താ പറയും, എങ്ങനെ പറയും, ഇനി അവർക്ക് നമ്മളത് യൂസ്ഫുൾ ആകുമോ എന്നറിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കൊരു പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ജോലിക്ക് ചെല്ലുമ്പോൾ. അങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ജോലി ബാംഗ്ലൂർ നമ്മുടെ സുഹൃത്ത് വഴിയാണ് ഞാൻ അവിടെ ബാംഗ്ലൂർ പോകുന്നു. ഒരു 6 മാസത്തോളം അവിടെ ബാങ്കിൽ വർക്ക് ചെയ്യാൻ തോന്നി. അപ്പം എനിക്കും അവർക്കും യാതൊരു യൂസും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അവർക്കൊട്ടും യൂസ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഈ ലാംഗ്വേജ് ബാരിയറും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്തു. പിന്നെ നമുക്കൊരു മാനസികമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ തിരിച്ചു പോകുന്നു. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും പല കാര്യങ്ങളും നമുക്ക് ഒട്ടും പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കൃഷിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു പരിപാടികൾ നോക്കി. കാരണം അപ്പോഴും അപ്പനും
അമ്മയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണം. ഒക്കെ ഇങ്ങനെ ഇനിയും ഇത് കണ്ട് നടക്കണ്ടോ. അപ്പൊ അപ്പൻ്റെ ഒക്കെ മനസ്സിലുണ്ട് കൃഷി എന്ന് പറഞ്ഞ ഒരു സമയം കഴിയുമ്പോഴേക്കും ആരും മേഖലയിലോട്ട് ഉണ്ടാവില്ല, നീ മാത്രമായിട്ട് പോകും, ഇപ്പൊ എൻ്റെ അതേ റൂട്ട് തന്നെ വരും എന്നുള്ള ചിന്താഗതിയൊക്കെ അപ്പച്ചനുണ്ട്. അപ്പൊ അപ്പച്ചൻ എന്നെ പഠിക്കേണ്ട ഓരോ ഘട്ടങ്ങളും ഞാൻ നിർത്തുമെന്ന് തോന്നുമ്പോഴും അപ്പം പറയുന്നത് അത് വേണ്ട, നീ ഇത് പഠിക്കി, മാക്സിമം ചെയ്യി, ഇനി എൻ്റെ ആ റൂട്ടിലോട്ട് തന്നെ വന്നെ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്തോട്ട് വരുന്നത്, ഒരാൾ ഒരു ക്വാളിഫിക്കേഷനോ ആവശ്യമില്ല, ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ അതിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത്. പുള്ളിനെ തട്ടി മാറ്റി കൊണ്ടുപോയ വ്യക്തിയാണ്. അപ്പൊ വീണ്ടും ഞാൻ അതിനകത്തോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് വീണ്ടും ടെൻഷൻ. അപ്പൊ എന്തെങ്കിലും ജോലിക്ക് പോകുക, അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിരന്തരം ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ അമ്മയുടെ ഒരു ബ്രദറാണ്, പുള്ളി അവിടുത്തെ ഒരു ജനറൽ മാനേജറായിരുന്നു. അപ്പൊ ജസ്റ്റ് അങ്ങനെ പുള്ളിനെ കാണാൻ വന്നത് ശരിക്കും ജോലിക്ക് വേണ്ടി വന്നതല്ല. അപ്പോഴും നമ്മൾ ഈ പണ്ടെന്ന് പുറത്തോട്ട് പോകുന്ന പിള്ളേരുടെ ഹയർ സ്റ്റഡീസിൽ പോയി അവിടെ സെറ്റിൽ ആകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇതെല്ലാം ഓരോ കൂട്ടുകാരന്മാരാണ് കേട്ടോ നമ്മൾ ഈ വലിച്ചു കൊണ്ടുപോയത്. അപ്പൊ അവൻ അങ്ങോട്ട് പോവാൻ നിൽക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് നീയും വായോ എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഒരു പൈസയൊക്കെ നമ്മൾ അക്കൗണ്ടിൽ കാണിക്കുന്ന കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നതും അങ്ങനെ സംസാരിക്കാനിട വന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിചാരിതമായിട്ട് ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു, നീ നാളെ തുടങ്ങി ജോലിക്ക് എന്നിട്ട് ഇവിടെ നിന്ന് പഠിക്കാലോ. വീണ്ടും നമ്മള് ജോലി ഈ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്കൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് മോശം പറയാം, മീൻസ് ഒരു നമ്മുടെ ജനുവിനിറ്റി അപ്പുറത്തേക്ക് സംസാരിക്കാൻ എനിക്കറിയില്ല. ഒരു പബ്ലിക്കായിട്ട് സംസാരിച്ച് എനിക്ക് ഒട്ടും ശീലമില്ലായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കണക്കും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. കാരണം പബ്ലിക്കിനെ നമ്മൾ ഫേസ് ചെയ്തിട്ടും പരിചയമില്ലാത്തതുകൊണ്ട് എന്തായാലും അതും സെയിൽസിലോട്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സെയിൽസിലോട്ട് വരുമെന്നുള്ള പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എനിക്ക് അത്ര ഞാൻ ടോക്കറ്റീവ് അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നതും അവിടെ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. കാരണം നമ്മൾ ആ ഒരു ബിസിനസ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അവിടെ വെച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം എൻ്റെ ശരിക്കും പറഞ്ഞ 3ാമത്തെ കമ്പനിയായിരുന്നു അത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും നന്നായിട്ട് സെയിൽ ചെയ്യുന്ന ആളെ തന്നെ നിമ്മീനെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം അന്നും ഇന്നും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പം ഞാനും സെയിൽസിൽ വരണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. പക്ഷെ അങ്ങനെ നമ്മൾ വന്നു പോയി. അപ്പോൾ വന്നപ്പോൾ ഇപ്പോഴും ഞാൻ പറയും, എനിക്ക് 1-2 പേരാണ് റിയൽ എസ്റ്റേറ്റിൽ ആ സെയിൽ എടുക്കുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചേട്ടൻ സെയിൽ എടുക്കുന്ന രീതി ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഞാൻ സെയിൽ എടുക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സെയിൽസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. സത്യത്തില് അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമുക്ക് അതിനെ പറ്റി ഒരു രീതികളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്നു, അവർക്കത് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ അന്ന് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഇപ്പം നിമ്മയൊക്കെ വരുന്ന സമയം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 1.5 വർഷത്തോളം എനിക്ക് ഒറ്റ ബിസിനസ്സും ചെയ്യാൻ പറ്റാണ്ട് ഒരു കമ്പനി തന്നെ സഹിച്ച് എവിടെയെങ്കിലും ഒതുക്കുക എന്നുള്ള രീതിയിലോട്ട് എങ്ങനെ പറഞ്ഞു വിടുക എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഒരു ബിസിനസ്സിലോട്ട് വരികയും പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരാളെയും എല്ലാവരും ഒരേ കൂട്ടത്തിൽ കൂട്ടാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഞാൻ അന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം സെയിൽസിൽ ഓടുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ തുടങ്ങിയിട്ട് അവിടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകളാണ് എന്നെ ആ ബിസിനസ്സിലോട്ട് പഠിപ്പിക്കാൻ എന്നെ സാഹചര്യം ഉണ്ടാക്കി തന്നത്. അപ്പം അവരൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും ചെറിയവനിൽ നിന്നും പഠിക്കാൻ ഒരുപാടുണ്ടാവും. വലിയ ആൾക്കാരിൽ നിന്നും പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും പഠിക്കും. പക്ഷെ ചെറിയവനിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആ ബിസിനസ്സിലോട്ട് കറക്റ്റായിട്ട് കയറി വരികയും എനിക്ക് അത്രയും ബിസിനസ് ചെയ്യാൻ അവിടെ പറ്റിയതും ഒരു പരിധി വരെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സമയമായി. അപ്പം അധികം നാൾ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ്റെ രീതിയിൽ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ പിന്നെ അവിടെ വർക്ക് ചെയ്തു. പിന്നെയും ഒരു ബിൽഡറിലും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. പിന്നെയാണ് നമ്മൾ വീണ്ടും അസോസിയേറ്റ് ചെയ്തൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെയിൽ ആ ഒരു ബിൽഡറിൽ എടുക്കുന്നതിനെ കുറിച്ച് ചേട്ടൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പലരും സൈഡ് ലൈൻ ചെയ്തു, അങ്ങനെ ഒത്തിരി എന്തൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് ചേട്ടൻ ആ ഫസ്റ്റ് സെയിൽ എടുത്തത്. അപ്പോൾ അതൊന്ന് പറയാമോ എങ്ങനെയായിരുന്നു? അതൊരു കഥയായിട്ട് പറയാനില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യമാണ് അത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു ബിൽഡറെ സംബന്ധിച്ച് അവരുടെ ഡേറ്റ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മുഖ്യമാണ്. അതാണല്ലോ മെയിനായിട്ടൊരു വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ് ആയുള്ള ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രഷറായിട്ട് എന്നെ പോലുള്ള വ്യക്തികൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഓപ്പണിങ് അവിടെ നമുക്ക് കിട്ടണമെന്നോ, കാരണം ഞാൻ അതിനകത്ത് കോൺഫിഡൻ്റ് അല്ല, അവരത്രയോടും കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ ആ കമ്പനീനെ പഠിക്കാൻ എനിക്ക് ഒരുപാട് സമയം
കമ്പനി തന്നു എന്നുള്ളത് വലിയ കാര്യം. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോഴേക്കൊക്കെ നമ്മൾ പറഞ്ഞു വിടും. ഞാൻ ഏകദേശം 1 വർഷത്തോളം എടുത്തു അവിടെ ബിസിനസ്സിലോട്ട് വരാനായിട്ട്. അത് ആ കമ്പനിയോട് ഇന്നും ഞാൻ എന്തായിരിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിൽ നിന്നിരിക്കുന്നോ അതിനൊരു വലിയൊരു അനുഭവം തന്നത് ആ കമ്പനി തന്നെയാണ്. അതിനോട് എനിക്ക് എന്നും ആ കമ്പനിയോടൊരു റെസ്പെക്റ്റും ഉണ്ട്. നമ്മളെ വളർത്തിയ ഒരു കാര്യമാണ്, നമ്മളെ പഠിപ്പിച്ചതെല്ലാം അവർ തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഒത്തിരി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിമ്മിക്കറിയാലോ, നിമ്മി വന്നപ്പോഴും വീക്കിലി നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാവും അല്ലേ, ഒരു സെയിൽസ് മീറ്റിംഗ്, എന്തെങ്കിലും കുറച്ച് റിപ്പോർട്ട് നമ്മൾ ആരെങ്കിലും വിളിച്ചു പിടിച്ചു ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഒക്കെ ചോദിക്കും അല്ലേ, അതല്ലേ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ ഒന്നുമില്ല. നമ്മൾ കൊണ്ടുപോയ എനിക്ക് അന്നുള്ളത് ആദ്യത്തെ ഒരു സ്റ്റേജിൽ ആദ്യം കുറച്ച് എംലപ്പ് അയക്കുക, അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ചുകൂടി പുരോഗതി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സൈറ്റിൽ ക്ലയൻറ്റ് വരും, എക്സിസ്റ്റിംഗ് ക്ലയൻറ്റ് വരും, അവരെ കൊണ്ട് സൈറ്റ് കാണിക്കുക, തിരിച്ചു കൊണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് സ്കോപ്പ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരാളെയും പിണക്കാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാന്യമായിട്ട് ചെയ്തിരുന്നു. പിന്നെ അവിടെ നമുക്ക് അങ്ങനെ പോകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് കിട്ടി. ആ വിസിറ്റിംഗ് കാർഡ് നമുക്ക് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ലിക്കും സെക്യൂരിറ്റിക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ചെറുതായിട്ടാണെങ്കിലും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ നമുക്ക് കുറച്ച് കണക്ഷൻസ്, നെറ്റ്വർക്കുകൾ ഏറ്റവും താഴെയുള്ളവരായിട്ടാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിലോട്ട് വരാനൊരു കാരണം ഉണ്ടായത്. എനിക്കൊരു കാർഡ്, ഒരു പുള്ളി അവിടെ സൈറ്റിൽ വന്ന ഒരാൾ നമ്മുടെ കാർഡ് എടുത്ത് കൊടുക്കുകയും അത് ബിസിനസ്സായിട്ട് സംസാരിച്ച് അപ്പോഴും എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയില്ലായിരുന്നു ഞാനത് ബിസിനസ് ആക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിലോട്ട് വന്നതും. അതുപോലെ ഒരു അനുഭവമാണ് നമുക്ക് എക്സിബിഷൻ നിൽക്കുമ്പോൾ അവിടെ പ്രസന്റ് ചെയ്യാനൊക്കെ നമ്മുടെ കൂടെ ഉള്ള സീനിയർ ആയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സൈഡിൽ പോയൊരു ക്ലയന്റ്, എനിക്ക് എപ്പോഴും പുള്ളിയുടെ പേര് എൻ്റെ ഓർമ്മയിലില്ല, 10-15 വർഷം 16 വർഷം മുമ്പുള്ളതാണ്. അതന്നെ. പക്ഷെ എന്നാലും ഞാൻ എംലപ്പ് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡൊന്നും ഇല്ല എൻ്റെ സത്യത്തിൽ. അപ്പോൾ കൊടുക്കുമ്പോൾ പുള്ളി പറഞ്ഞു മോൻ്റെ പേരൊന്ന് എഴുതി തായോ എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ പേര് ഫോൺ നമ്പർ എഴുതി കൊടുത്ത് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ എക്സിബിഷൻ്റെ റിവ്യൂ ഉണ്ടാവുമല്ലോ, എന്താ എങ്ങനെയായിരുന്നു. നമ്മുടെ അടുത്ത് ലിസ്റ്റില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന എക്സിബിഷൻ അങ്ങനെ അത്ര അഗ്രസീവായിട്ട് നിന്നിട്ടില്ല. അപ്പം അങ്ങനെയാണ് അതിൽ നിന്നൊരു ക്ലയൻറ്റ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സൈറ്റ് കാണാൻ വരാൻ പറ്റുമോ. അങ്ങനെ ഞാൻ വണ്ടിയും എടുത്ത് സൈറ്റ് കാണാൻ നമ്മുടെ സീനിയർ ആളെയും കൊണ്ടുപോയി സൈറ്റ് കൊണ്ടേ കാണിച്ച് അവരും കൂടി സപ്പോർട്ട് ചെയ്താണ് നമ്മളൊരു ബിസിനസ്സിലോട്ട് അങ്ങനെയൊക്കെ വരുന്നത്, സെയിൽസിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് എത്താൻ പറ്റാകുകയും അങ്ങനെ ഒരു നടക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം അത് ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മുടെ ക്രെഡിറ്റ് എന്ന് പറയാൻ പറ്റില്ല, മറ്റുള്ളവരും കൂടുതൽ സഹായത്തിന്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറി പിന്നെ നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി. അതുവരെയുള്ള ഒരു സ്ട്രഗിള്, കാരണം ഒരു മാനസികമായ നമുക്ക് നമ്മളോടുള്ളൊരു പ്രശ്നമുണ്ട്, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ, അതിപ്പോ നമ്മുടെ ഭാഗത്തല്ല എല്ലാവർക്കും ഉണ്ടാവും. ഇന്നിപ്പോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മൾ പറയുമ്പോഴും നമ്മളത് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാനും അനുഭവിച്ചു വന്ന കാര്യമാണല്ലോ എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് വന്ന വ്യക്തി. അപ്പം എനിക്ക് ഒരു പരിധി ആ ഒരു സ്ട്രഗിൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം. ചേട്ടൻ ശരിക്കും പറഞ്ഞൊരു 3.5 വർഷത്തോളം എനിക്ക് തോന്നുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ചേട്ടൻ ഇങ്ങനെ ഒരു ബിൽഡർ ആയിട്ട് ഇറങ്ങാം അല്ലേ, ഒരു ബിൽഡർ സെഗ്മെന്റിലേക്ക് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ചേട്ടൻ വരാനുണ്ടായൊരു കാരണം? ഞാൻ മെയിൻ കാര്യം എൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലെപ്പോഴും എൻ്റെ വീട്ടിൽ കുറച്ച് പണിക്കാരും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ശരിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം അത് ഏത് ബിസിനസ് ആണെങ്കിലും നമുക്കതുണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, ആ എമൗണ്ട് കേൾക്കുന്നത്, വലിയ എമൗണ്ട് കേൾക്കുന്നത് തന്നെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നപ്പോൾ ഇത്ര വലിയ എമൗണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ 0 എഴുതാൻ പഠിച്ചത് വരെ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞത് കൃത്യതയോടുകൂടി നമ്മൾ എഴുതാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നല്ല പൈസ മുടക്കമുള്ളൊരു മേഖലയാണ്. അങ്ങനെ നമ്മളൊരാഗ്രഹം നമ്മളവിടെ ആ കമ്പനിയിൽ കയറി ഒരു 1.5 വർഷം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, നമുക്കൊരു സ്വന്തമായിട്ട് എങ്ങനെയാണ് ചെയ്യണം, അതൊരു രീതിയിലോട്ട് കൊണ്ടുവരണം. ആ കമ്പനിയോട് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷെ നമുക്ക്
നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ള രീതി അതെല്ലാവർക്കും ഉണ്ട്. ഒരു 99% ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് പേര് എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഫ്രണ്ടിലോട്ട് വരുന്നു, അതിൽ നിന്നും സ്ട്രഗിൾ ചെയ്ത് കയറി വരുന്നത് കുറച്ച് പേരാണെന്ന് മാത്രം. എല്ലാവരും ബേസിക് ഒരു ക്യാരക്ടറാണെന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അതിനകത്തൊരു പെട്ട ഒരു വ്യക്തി എന്ന് പറയാൻ എനിക്ക് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞാൻ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടന്ന് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, അതിനനുസരിച്ചുള്ള വേവ് ലെങ്ത്തിലുള്ള എനിക്ക് 3 പാർട്ട്നേഴ്സിനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാനൊരു പ്രസ്ഥാനം, ഒരു കമ്പനി എന്ന രീതിയിലോട്ട് അത് ഫോം ചെയ്യാൻ തുടങ്ങിയത്. അത് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ പതിയെ നടന്നു. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അല്ല ശരിക്കും നമ്മുടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ അത് നിമ്മിക്ക് ഇപ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ. കാരണം ബിസിനസ് എപ്പോഴും അതിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യാസമാണ്. പ്യൂർലി നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തതാണ്. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സമയം, ആ ജോലി, അതിനോട് ഭംഗിയായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മളെ കൊണ്ട് നടന്നില്ലെങ്കിലും ചേട്ടാ ഇതൊന്ന് ചെയ്യുമെന്ന് ചോദിക്കാം. മറ്റേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെയും പ്രതീക്ഷിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അതെ, കറക്റ്റ്. അത് നമ്മളെ പഠിപ്പിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ തുടങ്ങിയൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ലാൻഡ് കിട്ടിയത്. കാരണം നല്ല ലാൻഡൊന്നും നമുക്ക് ചിന്തിക്കാനോ പറയാനോ പിടിക്കാനോ പറ്റില്ല. അപ്പം നമ്മുടെ ഒരു പാർട്ട്ണർ പറഞ്ഞ് പുള്ളിയുടെ ഒരു റിലേറ്റീവിൻ്റെ ലാൻഡ്, അവരായിട്ട് ബിസിനസ് റിലേഷനുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ലാൻഡ് നമ്മൾ കിഴക്കമ്പലം ഏറ്റവും അറ്റത്തായിട്ട് ഒരു ലാൻഡ്, അതൊരു 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ബിസിനസ്സിൻ്റെ നമ്മളൊരു പ്രൊജക്റ്റായിട്ട് കൊണ്ടുവന്നത്. അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആദ്യം നമ്മളത് വില്ലയാക്കാൻ ശ്രമിച്ചു. ഫസ്റ്റ് തന്നെ ഒരു ബിൽഡർ ആകാന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട്, പക്ഷെ അത് നടന്നില്ല. പിന്നെ അത് നമ്മൾ പ്ലോട്ടിലോട്ടാക്കി, അങ്ങനെ ചെറിയ ചെറിയ പ്ലോട്ട്സുകളാക്കി നമ്മൾ തിരിച്ചു കൊടുത്തു. അതിനുശേഷം അതും കുറച്ച് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നമ്മൾ വിറ്റത്. കാരണം നമ്മൾ ബൈക്കിന് കൊണ്ടുപോയി കാണിക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാൻ പാലാരിവട്ടത്തു നിന്ന് അവിടം വരെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ നിന്ന് ഓടിച്ച് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊരു തോന്നി ഞാൻ ഈ അടിക്കുന്ന പെട്രോൾ കാശ് പോലും അവിടെ മുതലാവൂല, ഇത് വിറ്റാൽ മുതലാവില്ല. കാരണം ഉള്ള ആൾക്കാരെ നമ്മളന്ന് ചെറിയ ചെറിയ ബോർഡുകൾ, ഈ എന്താ പറയുക, നമ്മൾ ഇലക്ട്രിസിറ്റി പോസ്റ്റുമൊക്കെ കെട്ടിയിട്ടും ഇൻഫോ പാർക്കിന് അവിടെ പോയി ലീഫ്ലെറ്റ് കൊടുത്തും അങ്ങനെ പല രീതിയിലാണ് നമ്മളൊരു എൻക്വയറി ഉണ്ടാക്കിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിലൊക്കെ കയറി വരുന്നുള്ളൂ. റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, എന്നിരുന്നാലും പ്ലോട്ട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ അന്ന് ആയി വരുന്നൊരു സാഹചര്യമായിരുന്നു. എങ്ങനെയോ നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ വരാൻ പറ്റിയത്. അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് വരുന്നത്. അതിങ്ങനെ പതിയെ കുറച്ച് നാളധികം കൊടുത്ത് മനസ്സ് മടുപ്പിച്ച് അങ്ങനെയാണ് ആ ബിസിനസ്സിലോട്ട് വന്നത്. പക്ഷേ നമ്മളതിനകത്ത് ഫുൾ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു, നമുക്കൊരു ബിസിനസ്സിന് ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നും എൻ്റെയർ ആയിട്ടുള്ളൊരു മേഖലയാണ്, ഡിഫറെൻ്റ് മേഖല. അപ്പം നമ്മുടെ സകലത്ര കോൺഫിഡൻസ് അവിടെ ഉണ്ടായ കോൺഫിഡൻസ് ഒക്കെ പോയി. അപ്പം അതിൽ നിന്ന് നമ്മളിവിടെ വന്ന് വീണ്ടും സ്ട്രഗിൾ ചെയ്യാണ്. അതെന്താ കാരണം എന്ന് അറിയാം. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ നിൽക്കുമ്പോൾ ആ കമ്പനിയുടെ ഒരു സ്റ്റാഫ് എന്നുള്ളൊരു മേൽവിലാസം നമുക്കുണ്ട്. നമ്മൾ തന്നെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു മേൽവിലാസം ഇല്ല, ഒരു ഐഡൻറ്റിറ്റി നമുക്കില്ല. ആ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾ നമ്മൾ സമയമെടുക്കും. അത് ഭയങ്കര സ്ട്രഗിളാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളതിൽ പോയാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഇന്നിപ്പം നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 വർഷമായി ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഒരു ഇന്നിപ്പം നമ്മൾ എന്തായാലും ആയെങ്കിൽ ആ ഒരു 15 വർഷത്തെ അധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പ്ലോട്ട്സുകൾ നമ്മൾ ചെറുതും വലുതായുള്ള ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളൊരു ആ ടൈമിൽ പ്ലോട്ട് ഡെവലപ്മെന്റ്സ് മാത്രമല്ല നമുക്ക് ഉണ്ടായിരുന്നത്, ചെറിയ രീതിയിലുള്ള ഇൻഡിവിജ്വൽ കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ, ഡിസൈനിങ് വർക്കുകൾ. ഏറ്റവും എനിക്ക് ഓർമ്മയുണ്ട് 25 ലക്ഷം രൂപയ്ക്ക് വില്ല ചെയ്ത് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങിയത്. കുറച്ച് വീടുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. അതല്ലാതെ കുറച്ച് ഇൻഡിവിജ്വൽ കൺസ്ട്രക്ഷൻ, കുറച്ച് ഇന്റീരിയർ വർക്ക്, ഡിസൈൻ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു പാരലി. അതുകൂടാതെ തന്നെ നമ്മൾ പ്ലോട്ട് ഡെവലപ്മെന്റ്സ് കുറച്ചുകൂടി ഭംഗിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് നമുക്ക് അടുത്തടുത്തിലോട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയത്. അങ്ങനെ 1-2 പ്രോജക്റ്റുകൾ പ്ലോട്ട് ഡെവലപ്മെന്റ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്തപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങി, വീട് വയ്ക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ അതും ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലോട്ട് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഇതിനകത്തെല്ലാം നമ്മൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പലതും നമ്മൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇതുകൾ. പിന്നെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ പതിയെ ഒരു ചെറിയ വില്ല പ്രൊജക്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യണത്. ആദ്യമായിട്ട് ചെയ്ത് കിഴക്കമ്പലത്ത് തന്നെയാണ് ഒരു 45 lakhs നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വില്ല പ്രൊജക്റ്റ്, 9 വീടിൻ്റെ പ്രൊജക്റ്റ്. അത് വലിയ കുഴപ്പമില്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ വേറൊരു പ്രൊജക്റ്റ് എടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരു 8ഓളം പ്രൊജക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഒരു ടൗൺഷിപ്പായുള്ള പ്രൊജക്ട്സുകളാണ്. 1-2 പ്രൊജക്ട്സുകളാണ് നമ്മളൊരു 1 CR താഴെ വന്നിട്ട്, ബാക്കിയത്തെ എല്ലാം ഒരു ലക്ഷറി സെഗ്മെന്റിൽ. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ഡിസൈനാണ് നമ്മൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ ടൗൺഷിപ്പായിട്ട്
എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ലക്ഷറി ബ്രാൻഡിലോട്ട് നമ്മുടെ കമ്പനിനെ കയറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഒരു പരിധി വരെ. ഒരു പരിധി വരെ അല്ല, ആക്ച്വലി ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചേട്ടനോട്, നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു 14 വർഷമായിട്ടുള്ള, അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വളർച്ച ശരിക്കും കണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് ശരിക്കും ഗ്രീൻ ടെക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒത്തിരി ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. നമ്മളൊരു 45 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ മിക്കവാറും സെല് ചെയ്യുന്ന പ്രോജക്ട്സ് എല്ലാം ഒരു 2 കോടി 2.5 കോടി 3 കോടി ആ ഒരു റേഞ്ചിലുള്ള പ്രോജക്ട്സ് ആണ്. അതിനുള്ള ഫെസിലിറ്റീസും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ അടുത്തും ഇപ്പോൾ നമ്മുടെ ഒരു ബ്ലോഗ്സിൽ പല മെയിൻ ബിൽഡേഴ്സും വരാറുണ്ട്. അവരെല്ലാവരും നമ്മൾ ഈ പല ടൈമിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ കാണിക്കുമ്പോൾ അവരെങ്ങനെ അങ്ങനത്തെ ഒരു മലയൊക്കെ അവർ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തെന്നുള്ളതൊക്കെയാണ് പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുള്ളത്. ബിക്കോസ് എല്ലാവർക്കും അറിയാം നമ്മൾ നന്നായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ബിൽഡറാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ചെറിയ ജേണി അല്ല, അതൊരു ബിഗ് ജേണി തന്നെയാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് കാണുന്നവർക്കാണെങ്കിലും ഇതിനെല്ലാം ഒരു എഫോർട്ട് എന്നൊരു സാധനമുണ്ട്. നമ്മൾ എന്ത് സാധനം ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും അതിനകത്ത് ഫുൾ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും വിജയിക്കും. പക്ഷെ അതൊരു ക്ഷമ വേണം, അതൊരു സമയം എടുക്കും. പക്ഷെ അത് ഭംഗിയാക്കി ചെയ്യാൻ ഉള്ളു നിറഞ്ഞ് ചെയ്താൽ അത് 100% വിജയിച്ചിരിക്കും. അപ്പോൾ ചേട്ടാ ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ചേട്ടനെ കിട്ടിയതിൽ, ആ ഒരു ജേണി നമുക്ക് പറയാൻ പറ്റിയതിൽ. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എത്തിച്ചേർന്നു, ചേട്ടൻ ഒരു ബിൽഡറായി. ഇപ്പം ഞാനും അങ്ങനെയാണ്, ഞാൻ എങ്ങനെയോ ഈ ഒരു ഫീൽഡിൽ എത്തിച്ചേർന്നതാണ്. അങ്ങനെ ആഗ്രഹിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആൾക്കാരല്ല നമ്മളാരും. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ വഴി. പിന്നെ അതിൽ മാക്സിമം എഫേർട്ട് ഇടാന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു പാഷൻ്റെ ഒരു ബിസിനസ് ചേട്ടൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കെയിൽസ് എഗ്രോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കറിയാം ഒരു ബിൽഡറിനേക്കാളും ഒരു എന്താ പറയുക സ്ട്രഗിളുള്ളൊരു മേഖലയാണ്. ചേട്ടൻ്റെ ഒരു ബാക്ക് ടു റൂട്ട്സ് എന്നുള്ള രീതിയിൽ ചേട്ടൻ തുടങ്ങിയൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്ട്രഗിൾസ്, ഞാൻ ഒത്തിരി പേരിപ്പോൾ കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രഗിൾ, ആ ഒരു ജേണി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം. നിമി പറഞ്ഞത് കറക്റ്റാണ്. കാരണം അടുത്തൊരു നമ്മളൊരു പ്രസ്ഥാനം ചെയ്തു, നമ്മളതിൽ നിൽക്കുന്നില്ല. നമ്മൾ അടുത്തൊരു മേഖലയോട്ട് നമ്മളൊന്ന് കാല് ചൂട് വയ്ക്കുകയാണ്. കാരണം നമ്മളെ കൊണ്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സമയമൊക്കെ നമ്മൾ നാട്ടിലുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം 10 പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുക, അത് കുറച്ചുകൂടി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നൊരാശയത്തോടുകൂടിയാണ് ഞാൻ ഫാമിംഗ് മേഖല ചെയ്യുന്നത്. മെയിനായിട്ട് ഫാമിംഗ് എൻ്റെ കൂടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ കൺസെഷന്മാരിയല്ല, അതൊരു സിസ്റ്റം ഇല്ലാത്തൊരു മേഖലയാണ്. അതിനെ നമ്മളൊരു സിസ്റ്റം ആക്കി ഒരു പ്രൊഫഷൻ ആക്കുക എന്നൊരു കൺസെപ്റ്റോടു കൂടിയാണ് ഞാൻ ആ കമ്പനി തുടങ്ങി എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. നമുക്കിനി അടുത്ത നിമ്മിയുടെ എപ്പിസോഡിൽ നിർബന്ധമായത് കൊണ്ട് ഞാൻ അതിനകത്ത് നമുക്ക് അതുകൂടി നമുക്ക് തീർച്ചയായിട്ടും ഇരുന്ന് സംസാരിക്കാന്നുള്ളത്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു.